ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, വാനില, 2 മുട്ട എന്നിവയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഒരു ബൗളിലേക്ക് മൈദ 2 കപ്പ് ഇട്ടതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം പഞ്ചസാര ഒന്ന് പൊടിച്ച് മിക്സിയിൽ പൊടിച്ച് അതും ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം കൊക്കോ പൗഡർ ആഡ് ചെയ്തു, അതും ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം ഓയിൽ ആഡ് ചെയ്തു, അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പാൽ ആഡ് ചെയ്തു. പാലും നല്ലപോലെ മിക്സ് ചെയ്യണം. പാലെന്ന് വെച്ചാൽ അത് നല്ലൊരു ലൂസ് പരുവത്തിലാവുന്ന രീതിയിൽ നല്ലോണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അത് ഇളക്കി അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന രീതിയിൽ ആവശ്യത്തിനായിട്ടുള്ള പാലൊഴിക്കുക. പിന്നെ അതിലേക്ക് മിക്സിയിൽ 2 മുട്ട ഇട്ടതിന് ശേഷം അതിലേക്ക് വാനില എസൻസ് ഇട്ടു ഇത്തിരി. അതും നല്ല പത പോലെ ആവുന്ന രീതിയിൽ നല്ലോണം അടിച്ചെടുത്തു. എന്നിട്ട് ഈ മിക്സിലേക്ക് അതൊഴിച്ചു. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്തു. അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇടണം, അത് കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് സോഡ അതും കുറച്ച് ആഡ് ചെയ്തു. അതും ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതൊരു 10 മിനിറ്റോളം നല്ലോണം 10-15 മിനിറ്റോളം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടും. അത്യാവശ്യം നല്ല ലൂസ് പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്. അതിലേക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഇഡ്ഡലി പാത്രമുണ്ട്, അതിന് മുന്നേ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഹീറ്റായതിന് ശേഷം അതിന് മുന്നേ ആയിട്ട് കുക്കറിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ തേച്ചതിന് ശേഷം ബട്ടർ പേപ്പറും കൂടി അതിൻ്റെ ചുറ്റും കുക്കറിൻ്റെ ചുറ്റും അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ തേച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് ബട്ടർ പേപ്പറും വെച്ചു. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു. നല്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ടാപ്പ് ചെയ്തു എന്നിട്ട് അതിലേക്ക് ഇഡ്ഡലി പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ കുക്കർ, അതായത് ഈ ബാറ്റർ ഒഴിച്ചിട്ടുള്ള ഈ കുക്കർ അതിനകത്തേക്ക് ഇറക്കി വെച്ചു. ഇഡ്ഡലി പാത്രം മൂടിയതിന് ശേഷം ഇതായ പരിഭവമാണ്. 20 മിനിറ്റ്സോളം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റിക്ക് ചെയ്യുന്നില്ല, ഇതൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പാകം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നേരെ പ്ലേറ്റിലേക്ക് ഇങ്ങോട്ട് മറിച്ചു. അപ്പോൾ അതിങ്ങനെ 2 കൊട്ട് ഒന്ന് തട്ടിയാൽ തന്നെ അത് കറക്റ്റ് ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പർ എടുത്ത് മാറ്റി. കറക്റ്റ് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്യും. അതിന് മുന്നേ ആയിട്ട് പഞ്ചസാര പാനി അത് റെഡിയാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് അത് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള മൈദ, കൊക്കോ പൗഡർ, പിന്നെ പഞ്ചസാര എന്നിവ ആഡ് ചെയ്തു. കുറച്ച് പാലും ആഡ് ചെയ്തു. നല്ലോണം ഇളക്കി ഒരു ലൂസ് പരുവം
അത്യാവശ്യം തിക്കുമല്ല, നല്ല തിക്കുമല്ല, എന്നാൽ അത് നല്ല ലൂസുമായിട്ട് കിടക്കുന്നില്ല, ഒരു മീഡിയം ഇതിൽ. നമ്മളത് തീയിൽ നല്ലോണം ഇതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കേക്ക് 2ആയിട്ട് കട്ട് ചെയ്തു. ഇതിലേക്ക് പഞ്ചസാര ലായനി അതിലേക്ക് ആഡ് ചെയ്തു. നല്ല രീതിയിൽ തന്നെ ആഡ് ചെയ്യണം. ഒരുവിധം അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്ന, ഇത് ഓൾറെഡി സോഫ്റ്റ്നെസ്സാണ്, എന്നാലും അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ അത് ഒഴിച്ചു കൊടുക്കണം. ഓവറായിട്ട് കൂടിയാലും പ്രശ്നം തന്നെയാണ്, അതനുസരിച്ചിട്ട് വേണം. നല്ല അത്യാവശ്യം കൂടുതലായിട്ട് ആഡ് ചെയ്യുകയും വേണം. പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്, അതായത് ഈ കൊക്കോ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ക്രീം അതിനകത്തേക്ക് തേക്കുവാണ്. ക്രീം അതിനകത്ത് തേച്ചതിന് ശേഷം അടുത്ത ലെയർ വയ്ക്കും. ഇത് കറക്റ്റ് അത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണത് അത് ക്രീം ഇത്ര തേച്ച് നമ്മൾ അത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ കേക്കിൻ്റെ കുറച്ച് പീസസ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മീതെയാണ് ഈ രണ്ടാമത്തെ ലെയർ വെച്ചത്. അതിലേക്ക് ചോക്ലേറ്റ് പിന്നെ ആഡ് ചെയ്തു. കറക്റ്റായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫുള്ളത് കവർ ചെയ്യുന്ന രീതിയിൽ അത് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ബൂസ്റ്റിൻ്റെ പൊടി അതും ഒന്ന് ആഡ് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കൊച്ചും ഞാനും കൂടി കേക്ക് കട്ട് ചെയ്തു. ഞാനും കസിനും കൂടി ചെയ്തിട്ടുള്ളൊരു കേക്കാണിത്. അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സൂപ്പറാന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. കസിൻ സിസ്റ്ററിനും ഇഷ്ടപ്പെട്ടു. അവൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു.